നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് റീഡ് ചെയ്യാൻ പോകുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു റീഡിംഗ് ആണ്. പേഴ്സന്റെ ഫീലിങ്സ് ഒന്നല്ലെന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നമ്മൾ എന്നും നമ്മളുടെ പേഴ്സന്റെ ഫീലിങ്സ് എന്താണ്, അവരുടെ എനർജി എന്താണ് മാത്രം നോക്കിക്കൊണ്ടിരുന്ന പോരാ. അതായത് നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ കൂടി നോക്കണ്ടേ. അതായത് നിങ്ങൾ സെൽഫ് ലവ് ചെയ്യാൻ തുടങ്ങിയാൽ തന്നെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് സ്നേഹം തനിയെ വരും. ഓക്കെ. അപ്പോൾ പ്രത്യേകിച്ച് ട്വിൻ ഫ്ലെയിം ജേണിയിലുള്ളവരാണെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവരെ സ്നേഹിക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം രണ്ടും ഒരു സോള് രണ്ടായി പിരിഞ്ഞതാണ്. അപ്പോൾ നിങ്ങളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ ട്വിൻ ഫ്ലെയിമിൽ സ്നേഹിക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളെ സെൽഫ് ലവ് ചെയ്യാൻ തുടങ്ങുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരെ സ്നേഹിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമുക്ക് ഞാൻ ഇന്ന് റീഡ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിന്റെ പർപ്പസ് എന്താണ്. അതായത് യൂണിവേഴ്സിനോട് നമ്മൾ ചോദിക്കുകയാണ്, ഈ വ്യൂവേഴ്സിന്റെ ഇത് കാണുന്ന വ്യൂവേഴ്സിന്റെ ലൈഫ് പർപ്പസ് എന്താണെന്നുള്ളത്. അപ്പൊ ഇത് എല്ലാവർക്കും റെസിനേറ്റ് ആയിക്കൊള്ളുന്നില്ല. റെസിനേറ്റ് ആയിട്ട് തോന്നുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഈ നല്ല കാര്യങ്ങൾ അട്രാക്ട് ചെയ്യാം, നിങ്ങളുടെ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറലസ് റീഡിംഗ് ആണ്. നിങ്ങൾ ഇത് എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഇതില് ഈ ഒരു റീഡിങ്ങിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയുക. അപ്പൊ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. പോസിറ്റീവായിട്ടിരിക്കുക, വളരെയധികം പ്രാർത്ഥനയോടെ പോസിറ്റീവായിട്ട് ഇരുന്നിട്ട് നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്താണെന്ന് യൂണിവേഴ്സിനോട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പറയുക. What is the life purpose of universe? What is the life purpose of universe? എല്ലാ കാർഡും കൂടി ഒന്നിച്ച് ചാടി കളിച്ചു തരികയാണ്. ഞങ്ങളും ഉണ്ടേന്നും പറഞ്ഞത്. കാർഡ് കിട്ടിയിരിക്കുന്നത് ലവേഴ്സ് ആണ് കേട്ടോ. ബോട്ടം ഓഫ് ദ ഡെക്ക് ലവേഴ്സ് ആണേ. കാണാനും പാടില്ല, ന്യൂഡ് പിക്ചറാണ്. ഓരോ കാർഡായിട്ട് നോക്കാം. ഫസ്റ്റ് ദ ടവർ കാർഡാണ്. ഇവിടെ നമുക്ക് കുറച്ച് കാർഡ് കൂടി എടുക്കാം കേട്ടോ. കാരണം ഒരു ക്ലാരിഫിക്കേഷൻ ആവശ്യമാണ്, അതുകൊണ്ടാണ്. Okay. ചാരിയറ്റ്, ഈ റീഡിങ്ങിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്, നിങ്ങൾ ഈ ഒരു റീഡിങ് കാണുന്ന ആളുകള് വളരെയധികം കുട്ടിക്കാലം മുതൽ വളരെയധികം പെയിന്, സ്ട്രെസ്, ഒറ്റപ്പെടല് എല്ലാം അനുഭവിച്ചിട്ടുള്ള വ്യക്തികളാണ്. അപ്പോൾ അവരുടെ ഇങ്ങനെയുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ കുട്ടിക്കാലത്ത് നിങ്ങൾക്ക് നേരിട്ടിട്ടുള്ള എന്താ പറയാ വിഷമങ്ങള്, സ്ട്രെസ്,
എല്ലാം നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ നിങ്ങളോട് ഇപ്പോൾ ആരെങ്കിലും പറയുകയാണെങ്കിൽ ആ സിറ്റുവേഷൻ, അതായത് നിങ്ങൾക്ക് അന്ന് അനുഭവിക്കേണ്ടി വന്ന ആ ഒരു സന്ദർഭം നിങ്ങളോട് ആരെങ്കിലും പറയുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്കത് അതേപോലെ ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് അപ്പോൾ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യും, നിങ്ങൾ അന്ന് എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്ന് ആലോചിച്ച് നിങ്ങൾക്ക് കരച്ചിൽ വരും. അതായത് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും അതിങ്ങനെ ആ കുട്ടിക്കാലത്ത് നിങ്ങൾ നേരിട്ടിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ലൈഫിൽ ഇതുവരെ നിങ്ങൾ നേരിട്ടിട്ടുള്ള വിഷമങ്ങള് ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങളുടെ മനസ്സിനകത്ത് ഇങ്ങനെ സപ്രസ് ചെയ്തിരിക്കുകയാണ്, നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ കിടക്കുകയാണ്. അപ്പൊ ആ ഒരു ഇമോഷൻസ് ഒക്കെ നിങ്ങൾ ഹീൽ ചെയ്ത് പുറത്തേക്ക് കളയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു വിഷമങ്ങള്, നിങ്ങളുടെ പെയിൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഹീൽ ചെയ്ത് പുറത്ത് കളയണം. എങ്കിലേ നിങ്ങൾക്ക് നിങ്ങളുടെ അങ്ങനെ ഒരു ഹീലിംഗ് പ്രോസസ്സിലേക്ക് വന്നാലാണ് നിങ്ങൾക്ക് എന്താ പറയാ നിങ്ങളുടെ ലൈഫ് പർപ്പസ് മീറ്റ് ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ്. ഇവിടെ നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്താണെന്ന് നമുക്ക് ചോദിക്കുമ്പോൾ അതിന് സത്യം പറഞ്ഞ യൂണിവേഴ്സ് നമുക്ക് എന്താണ് എന്നുള്ളതിന് സത്യം പറഞ്ഞാൽ റൈറ്റ് ആയിട്ട് ഒരു ഉത്തരം തന്നിട്ടില്ല. ഞാൻ ഒരു ക്ലാരിഫിക്കേഷൻ എടുത്ത് നോക്കിയത് എന്താണ് എന്നുള്ളത്, ഒരു ആൻസർ ഉണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അങ്ങനെ ഒരു ആൻസർ ഇല്ല. അതായത് നിങ്ങൾ നിങ്ങളുടെ ഹീലിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ സ്പിരിച്വൽ ആയിട്ടുള്ള, അതായത് നിങ്ങൾ കുറച്ച് അറിവുകൾ സമ്പാദിക്കാനുണ്ട്. അതായത് നിങ്ങളുടെ ലൈഫിലോട്ട് കുറച്ചുകൂടി വെളിച്ചം എത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരു വെളിച്ചം, അതായത് വെളിച്ചം എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എന്താ പറയാ അറിവ് അറിവാണ് നമ്മുടെ ലൈഫിലെ വെളിച്ചം എന്നുള്ളത്. അപ്പൊ നിങ്ങൾ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കുകയും പുസ്തകങ്ങൾ വായിക്കുക, ഒന്നും കൂടി നിങ്ങളുടെ അറിവ് മെച്ചപ്പെടുത്തിയിട്ട് നിങ്ങളുടെ മനസ്സിനൊരു ഒരു വെളിച്ചം വരും. അപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് പർപ്പസ് നിങ്ങൾക്ക് യൂണിവേഴ്സ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. നിങ്ങളുടെ ഈ ഒരു കാലചക്രം മാറി വരിക എന്നുള്ളതാണ് ഈ കാണിക്കുന്നത്. അതായത് നിങ്ങളുടെ ഈ ഒരു പീരീഡ് മാറി പുതിയൊരു പീരീഡിലേക്ക് നിങ്ങളെ യൂണിവേഴ്സ് ആയിട്ട് കൊണ്ടുപോകും. അതുപോലെ നിങ്ങളുടെ ലൈഫിൽ ഒരു ടവർ മൂവ്മെന്റ് വരേണ്ടതായിട്ടുണ്ട്. അതായത് പെട്ടെന്ന് ഒരു സഡൻ ആയിട്ടുള്ള ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിലോട്ട് വരാനുണ്ട്. ആ ഒരു ചേഞ്ച് വന്നതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം വരാൻ പോകുന്നു. ആ തുടക്കം നിങ്ങൾക്ക് നിങ്ങളെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആക്കാൻ പോകുന്നു. അതുപോലെ നിങ്ങളുടെ ജീവിതത്തെ മൊത്തമായിട്ട് മാറ്റിമറിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ നിങ്ങൾ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ച് ആത്മീയമായ കാര്യങ്ങൾ നിങ്ങൾ കുറച്ച് അറിവുകൾ സമ്പാദിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ ആത്മീയമായ കാര്യങ്ങളിലുള്ള അറിവ് നിങ്ങളുടെ മനസ്സിന് തെളിച്ചം തരും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കുട്ടിക്കാലത്ത് നിങ്ങളെ ഒരുപാട് പേര് ചീറ്റ് ചെയ്തിട്ട് ചതിച്ചിട്ടുണ്ടാവും, നിങ്ങളെ പറ്റിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള ആ ഒരു സപ്രസ് ചെയ്തിട്ടുള്ള നിങ്ങളെ മനസ്സിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടും നിങ്ങളെ വഞ്ചിച്ചവരുണ്ടാവും. അപ്പൊ അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ സപ്രസ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഫീലിങ്സിനൊക്കെ നിങ്ങൾ ഹീൽ ചെയ്ത് കളഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്താണെന്നുള്ളത്. സത്യം പറഞ്ഞാൽ എനിക്കത് പറഞ്ഞു തരാനുള്ള ഒരു ഇത് യൂണിവേഴ്സ് തന്നിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അതായത് യൂണിവേഴ്സ് ആയിട്ടാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്താണെന്ന് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങളുടെ ഈ മനസ്സിലെ ഇമോഷൻസ് സ്റ്റേബിൾ ആക്കി കൊണ്ടുവന്ന് നിങ്ങൾ ഹീലായതിനു ശേഷം, ഹീലായാൽ തന്നെ നിങ്ങളുടെ മനസ്സിലോട്ട് അറിവുകൾ വരും. നിങ്ങൾ സ്പിരിച്വലി എന്താ പറയാ ഒരു ഗ്രോത്ത് ഉണ്ടാവും നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് പർപ്പസ് മുന്നിൽ നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് തന്നെ കാണിച്ചു തരും. ആ ഒരു ലൈഫ് പർപ്പസിലേക്ക് കടന്നതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് മൊത്തമായിട്ട് ചേഞ്ച് ആവും. അതിന് മുൻപ് നിങ്ങൾക്ക് ഒരു ടവർ മൊമെന്റ് നേരിട്ടേണ്ടി വന്നേക്കാം. അതായത് പെട്ടെന്നൊരു എന്തെങ്കിലും ഒരു ആഘാതമോ അല്ലെങ്കിൽ എന്തെങ്കിലും മാനസികമായിട്ടുള്ള എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കുന്നത് നിങ്ങൾ എന്തായിരിക്കും ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ട് വളരെയധികം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ യാത്ര നിങ്ങൾക്ക് ആരംഭിക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ ഇതിലെ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് മാനിഫെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് യൂണിവേഴ്സ് ഈ ഒരു കാര്യത്തിൽ എന്തെല്ലാം മെസ്സേജസ് ആണ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് പോകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് കാർഡ്, ചൂസ് ടു ബി കൈൻഡ്. നിങ്ങൾ വളരെ കൈൻഡ് ആയിട്ടുള്ള ഒരാളായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. ഫൈൻഡ് സംതിങ് പോസിറ്റീവ് ടുഡേ. അതായത് നിങ്ങൾ ഓരോ ദിവസവും നിങ്ങളുടെ ലൈഫിലെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുക. ബി താങ്ക്ഫുൾ. നിങ്ങൾ ലൈഫിൽ എന്ത് സംഭവിച്ചാലും അതിന് താങ്ക് യു പറയാൻ ശ്രമിക്കുക കേട്ടോ. എന്ത് നല്ല കാര്യം സംഭവിച്ചാലും അപ്പൊ നിങ്ങൾ താങ്ക് യു പറയാം. ഒരു താങ്ക് യു പറയുന്നതിൽ നിങ്ങൾക്ക് പറയാൻ അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല അത്.
പക്ഷെ അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എനർജി ഉണ്ടല്ലോ, ഒരു പോസിറ്റീവ് എനർജി, ഒരു ലോ ഓഫ് അട്രാക്ഷൻ, അത് വളരെ വലുതാണ്. അപ്പോൾ ഒരു താങ്ക് യു എന്നുള്ള ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചെറിയ ഒരാൾ നിങ്ങൾക്ക് ഒരു മിഠായി വാങ്ങി തന്നു, അപ്പൊ നിങ്ങൾ താങ്ക് യു പറയാം. അതുപോലെ എന്തെങ്കിലും ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് ഒരാൾ ചെയ്താൽ അപ്പൊ നിങ്ങൾ താങ്ക് യു പറയാം. ഒരാൾ നിങ്ങളോട് ചിരിച്ചു, അപ്പൊ നിങ്ങൾ താങ്ക് യു പറയാം. അത് നിങ്ങളുടെ ലൈഫ് മാറ്റിമറിക്കുന്ന ഒരു കാര്യമാണ്. യു മേക്ക് എ ഡിഫറൻസ്. നിങ്ങൾക്ക് താങ്ക് യു ഫോർ ബീയിങ് യു. നിങ്ങൾ നിങ്ങളായിരിക്കുന്നതിൽ താങ്ക് യു പറയാം. യു ആർ ആൾവേസ് ഇനഫ്. നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ധാരാളമാണ്, നിങ്ങൾ ഇനഫ് ആണ്. നിങ്ങൾക്ക് നിങ്ങൾ എന്താ പറയാ, നിങ്ങളായിട്ട് തന്നെ ഇരിക്കുക. നിങ്ങൾ തന്നെ ധാരാളമാണ്. നിങ്ങൾ മറ്റുള്ളവരുടെ പിറകെ ഓടാതെ നിങ്ങൾ തന്നെ ഇനഫാണ് എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇതിലെ നല്ല കാര്യങ്ങൾ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യാം. താങ്ക് യു.